മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 34-ാം സങ്കീർത്തനം 18-ാം തിരുവചനം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. സങ്കീർത്തകനായ ദാവീദ് താൻ അനുഭവിച്ച നൊമ്പരങ്ങളുടെ നടുവിൽ കർത്താവ് തന്നെ പഠിപ്പിച്ച സത്യം നമ്മോട് പങ്കുവെക്കുകയാണ്. നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. ആരെല്ലാം ഹൃദയനുറുക്കത്തോടെ ഇരിക്കുന്നുവോ അവർക്കെല്ലാം കർത്താവ് സമീപസ്ഥനാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് പലവിധ നൊമ്പരങ്ങളാലും കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആയിരങ്ങൾക്ക് വേണ്ടിയാണ്. ആശ്വാസം കിട്ടാതെ പല വിഷയങ്ങളിലും വേദനിക്കുന്ന 10,000 നമ്മുടെ ഇടയിലുണ്ട്. പ്രിയ സഹോദര സഹോദരി, നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരം എന്തുമാവട്ടെ, യേശു നിനക്ക് സമീപസ്ഥനാണ്. ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. വലുതരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുന്ന നമുക്ക് സമീപസ്ഥനായ കർത്താവിന്റെ നാമം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് സമീപസ്ഥനായ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. ഇത് കൃപയുടെ സമയമാണ്. അനേകം ആയിരങ്ങളിലേക്ക് അഭിഷേകത്തിന് വിവിധ കൃപകളായി പരിശുദ്ധാത്മാവ് കത്തിപ്പടരുന്ന സമയം. പ്രിയ സഹോദര സഹോദരി, സകല ഭാരങ്ങളെ വിട്ടുകളഞ്ഞ് വലിയ ആനന്ദത്തോടെ ഒരുമിച്ച് പാടി സ്തുതിക്കാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആരാലും അസാധ്യം എന്നു പറഞ്ഞേ സ്നേഹിതരേവരും മാറിപ്പോയിടും. പ്രത്യാശയില്ലാത്ത വാക്കു പറഞ്ഞേ പ്രിയരെല്ലാവരും മാറിപ്പോയിടും. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയും. ആ ബോധ്യത്തോടെ പാടുകേ. നമ്മോടൊപ്പമുണ്ട്. ഏത് പ്രതിസന്ധിയിലും, ഏത് കഷ്ടതയിലും, ഏത് അപകടങ്ങളുടെ മധ്യയും യേശു നമ്മോടൊപ്പമുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. മാറായിൽ കൈപ്പിനെ മാധുര്യമാക്കിയ മാറ്റമില്ലാത്തൊരു ദൈവമല്ലോ. സകല കൈപ്പേറിയ അനുഭവങ്ങളെയും ആനന്ദമാക്കാൻ യേശുവിന് കഴിയും. ദൈവമല്ലോ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെ അനുഗ്രഹിച്ചൊരു ദൈവമല്ലോ. കർത്താവേ, ഈ പ്രത്യാശ ആയിരങ്ങളിലേക്ക് പകരണമേ. കരമുയർത്തിയടിച്ച് എല്ലാവരും ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ,
ഇസഹാക്കിൻ ദൈവം നിന്റെ പരസ്പരം ഒന്ന് പറഞ്ഞ് പാടിക്കുക എല്ലാവരും. ഭയപ്പെടേണ്ട, മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ച് സ്നേഹത്തോടൊന്ന് പറഞ്ഞേ. അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഇസഹാക്കിൻ ദൈവം നിന്റെ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മുടെ സകല കയ്പുകളെയും ആനന്ദമാക്കി മാറ്റുന്ന യേശുവിനെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഈ സ്തുതി ആരാധനയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്ന്, ദുഃഖത്തിന്റെ, വേദനയുടെ, നൊമ്പരത്തിന്റെ എല്ലാ അടിമത്വങ്ങളിൽ നിന്നും സമ്പൂർണമായ വിടുതൽ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. പ്രത്യാശയുടെ ആത്മാവായി, ആനന്ദത്തിന്റെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, വചനത്തിന്റെ ആത്മാവായി, മഹത്വത്തിന്റെ ആത്മാവായി 10,000ങ്ങളിൽ കത്തി പടരണമേ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിന്റെ പകർച്ചയാൽ ദൈവജനം നിറയട്ടെ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരമുയർത്തണമേ. വിവിധങ്ങളായി നിയോഗങ്ങളുമായി പ്രാർത്ഥിക്കുന്ന 1000ങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണമേ. കണ്ണീരോട് നിലവിളിക്കുന്ന അനേകരുടെ കണ്ണീര് കർത്താവെ തുടച്ചു മാറ്റണമേ. കർത്താവേ, ആശീർവദിക്കണമേ. ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ് ലോർഡ്. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെ സകല നൊമ്പരങ്ങളും മധുരമായി മാറുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ആനന്ദിപ്പിക്കുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മൾ ക്രിസ്മസിനോട് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതാണ്. നമ്മുടെ ആനന്ദം കർത്താവ് ഇമ്മാനുവേലായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. ഇതിൻ്റെ ഓർമ്മയാണ് ഈ ദിനങ്ങളിൽ നമ്മൾ കൊണ്ടാടുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും ഹൃദ്യമായി ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് മാറയെ മധുരമാക്കുന്ന കർത്താവ്. നമ്മുടെ സകല മാറയുടെ അനുഭവങ്ങളെയും മധുരമാക്കുന്ന കർത്താവ്. 55-ാം സങ്കീർത്തനം 22-ാം തിരുവചനം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് സംസാരിക്കുന്നത്? നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നമ്മളെല്ലാവരും തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പല ഭാരങ്ങളും അനുഭവിക്കുന്നവരാണ്. ഒരുപാട് ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആയിരങ്ങളെ ഈ ശുശ്രൂഷയിലും കർത്താവ് കാണുന്നുണ്ട്. സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചില നൊമ്പരങ്ങൾ, പ്രിയപ്പെട്ടവരിൽ നിന്ന് ലഭിച്ച അവഗണനകൾ, ഒറ്റപ്പെടുത്തലുകൾ എന്നു വേണ്ട ജീവിതം മുഴുവൻ കയ്പായി മാറിയ 10,000 നമ്മുടെ ഇടയിലുണ്ട്. പ്രിയ സഹോദര സഹോദരി, ഈ വചനം കർത്താവ് നമുക്ക് നൽകുമ്പോൾ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അനുഭവിക്കുന്ന സകല മാറയുടെ അനുഭവങ്ങളെയും മധുരമാക്കുവാൻ മതിയായവനാണ് കർത്താവായ യേശുക്രിസ്തു.
എന്താണ് ഈ മാറ എന്ന് പറയുന്നത്? അത് കയ്പാണ്. ജീവിതത്തിൽ ഒരുപാട് കയ്പേറിയ അനുഭവങ്ങൾ, തിക്ത അനുഭവങ്ങൾ, ഇത് നമ്മെ തളർത്തിക്കളഞ്ഞു, നമ്മുടെ ആനന്ദം കെടുത്തിക്കളഞ്ഞു, ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു. യാന്ത്രികമായി ഒരു മരവിപ്പോടെ കുടുംബജീവിതത്തിലും സമർപ്പിത ജീവിതത്തിലും എന്ന് വേണ്ട ദൈവം നമ്മെ നിർത്തിയ മണ്ഡലങ്ങളിലൊക്കെ ജീവിക്കുന്ന അനേകര് നമ്മോടൊപ്പമുണ്ട്. ഈ വചനത്തിലൂടെ കർത്താവിന്റെ അരൂപി നമ്മോട് പറയുകയാണ്, നീ അനുഭവിക്കുന്ന സകല കയ്പുകളെയും, നിന്റെ ജീവിതത്തിന്റെ സകല ദുഃഖ ദുരിതങ്ങളെയും നീ കർത്താവിനെ ഏൽപ്പിക്കുക. അവിടുന്ന് വിശ്വസ്തരായ ദൈവമാണ്, അത്ഭുതങ്ങളുടെ രാജാവാണ്. അവൻ നിന്നെ താങ്ങിക്കൊള്ളും. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് ഈ ഭാഗം കൃത്യമായി കാണാൻ പറ്റും. കർത്താവ് തൻ്റെ ജനത്തെ അത്ഭുതകരമായി ഡെലിവറൻസ് നൽകി. അവർ ഈജിപ്തിൻ്റെ പിടിയിൽ നിന്ന് വിടുവിച്ച് ചെങ്കടലിലൂടെ അവരെ കടത്തി കാനാൻ ദേശത്തേക്ക് നയിക്കുകയാണ്. തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം അത്രമാത്രം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ചെങ്കടലിന്റെ അടിഭാഗം വരണ്ട ഭൂമിയാക്കി കർത്താവ് മാറ്റി. എത്ര മനോഹരമായിട്ടാണ് കർത്താവ് തന്റെ ജനത്തെ കരുതിയത്, സംരക്ഷിച്ചത്. അങ്ങനെ അവർ അക്കരയെത്തി. ഷൂർ മരുഭൂമിയിൽ എത്തുകയാണ്. ഈ മരുഭൂമിയിലൂടെ 3 ദിവസം അവർ യാത്ര ചെയ്തു. എന്നാൽ അവർക്ക് ദാഹജലം കിട്ടിയില്ല. വെള്ളം ലഭിക്കാത്തത് മൂലം ഇസ്രായേൽ ജനം പിറുപിറുക്കാൻ തുടങ്ങി, പരാതി പറയാൻ തുടങ്ങി. നമ്മുടെ ആവശ്യങ്ങൾ പലപ്പോഴും നടക്കാതെ വരുമ്പോൾ, നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലും പരാതികളും മുറുമുറുപ്പുകളും പിറുപിറുപ്പുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേല് അവർ പിറുപിറുക്കാൻ തുടങ്ങി. അങ്ങനെ മാറ എന്ന സ്ഥലത്ത് അവരെത്തി. മാറ എന്നുള്ള വാക്കിനർത്ഥം കയ്പ് എന്നാണ്. കയ്പ്. അവിടുത്തെ വെള്ളത്തിന് പ്രത്യേകതയോ, അത് കുടിക്കാൻ കൊള്ളത്തില്ല, അത് ഭയങ്കര കയ്പുള്ള വെള്ളമായിരുന്നു. ഇതും കൂടി ആയപ്പോൾ ഇസ്രായേൽ ആകെ അസ്വസ്ഥരാകാൻ തുടങ്ങി. ദൈവം തങ്ങൾക്ക് വേണ്ടി ചെയ്ത കരുതൽ അവർ മറന്നുപോയി. ദൈവം തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വിടുതലിന്റെ അനുഭവങ്ങൾ അവർ വിട്ടുകളഞ്ഞു. അഗ്നിസ്തംഭമായി മേഘസ്തംഭമായി കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളെ വിട്ടുപിരിയാതെ നടന്ന എന്തുമാത്രം ആഴമേറിയ അനുഭവങ്ങളായിരുന്നു. അതെല്ലാം ഇസ്രായേല് മറന്നുപോവുകയാണ്. എൻ്റെ സഹോദര സഹോദരി, നീ ദുരിതം അനുഭവിക്കുമ്പോൾ, ചില കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, കഴിഞ്ഞ നാളുകളിൽ നിനക്ക് വേണ്ടി കർത്താവ് ചെയ്ത പ്രവർത്തികള് നീ മറന്നു പോകരുത്. ഏത് കയ്പിന്റെ നടുവിലും യേശുവിനെ നിന്നെ കരുതാൻ പറ്റും. നിന്നെ പരിപാലിക്കാൻ, നിന്നെ വഴി നടത്തുവാൻ കർത്താവിന് കഴിയും. മാറ എന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം നിലവിളിക്കാൻ തുടങ്ങി. അവർ മോശയോട് പറഞ്ഞു, മോശേ, നീ എന്നെ ചതിയ ഞങ്ങളോട് ചെയ്തത്. നീ ഞങ്ങളെ എന്തിനായി വെള്ളമില്ലാത്ത ഈ മരുഭൂമിയിലോട്ട് കൊണ്ടുവന്നത്? ഈ സമയം മോശ കർത്താവിനെ വിളിച്ച് കരയുകയാണ്. അവൻ കർത്താവിന്റെ മുൻപിലേക്ക് കരമുയർത്തി, എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ദൂത് കിടപ്പുണ്ട്. വിവിധങ്ങളായ കയ്പിന്റെ അനുഭവങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അസ്വസ്ഥരായി ജീവിതം നിരാശയിലേക്ക് തള്ളിവിടുകയല്ല വേണ്ടത്. ഇത് പരിഹരിക്കാൻ കഴിയുന്ന കർത്താവിന്റെ തിരുമുഖത്ത് കണ്ണുറപ്പിക്കാൻ നമുക്ക് പറ്റണം. ഞാൻ ആത്മാവിൽ കാണുന്നു, ചില ഹൃദയങ്ങളെ കർത്താവ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി പിശാച് കെട്ടിവെച്ച ചില കെട്ടുകളെ യേശു പൊട്ടിക്കുകയാണ്. നമ്മൾ ആരും അസ്വസ്ഥരാകേണ്ട. നമ്മുടെ ജീവിതം കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നമ്മൾ വിളിച്ചു കരയുമ്പോൾ നമുക്ക് വേണ്ട ഉത്തരം കർത്താവ് തരും. മോശ പറഞ്ഞ, കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊന്നും അറിയത്തില്ല. ഈ സമയത്ത് കർത്താവ് ഒരു തടി കഷണം മോശയെ കാണിച്ചു കൊടുത്തു. കർത്താവ് പറഞ്ഞു, മോശേ, ഈ തടി കഷണം ഈ കയ്പുള്ള വെള്ളത്തിൽ നീടുക. ദൈവം പറഞ്ഞതുപോലെ മോശ പ്രവർത്തിക്കുകയാണ്. ആ തടി കഷണം മോശ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ കയ്പുള്ള വെള്ളം മധുരമായിട്ട് മാറി. തൻ്റെ ജനത്തിനെ ദാഹജലം നൽകി കർത്താവ് അനുഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സകല കയ്പുകളെയും മധുരമാക്കുവാൻ കർത്താവായ യേശുവിന് കഴിയും. പിതാവായ ദൈവം മനുഷ്യ മക്കളുടെ സകല കയ്പുകളെയും മധുരമാക്കുവാൻ തന്ന തടികഷണമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ കുരിശ്. ആ കുരിശിൽ സഹോദര നിനക്കുള്ള സൗഖ്യമുണ്ട്. ആ കുരിശിൽ സഹോദരി നിനക്കുള്ള വിടുതലുണ്ട്. ആ കുരിശിൽ സഹോദര നിനക്കുള്ള അഭിഷേകമുണ്ട്, അനുഗ്രഹമുണ്ട്, നന്മകളുണ്ട്, സമാധാനമുണ്ട്, സകല സകല കൃപകളുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ ജീവിതത്തിലെ ചില കൈപ്പേറിയ അനുഭവങ്ങളെ മധുരമാക്കി മാറ്റിയ കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്തെ വ്യക്തിയാണ് ഹന്ന. പഴയ നിയമത്തിൽ പ്രവാചകനായ സാമുവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ ഹന്നയെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. എൽക്കാനയുടെ ഭാര്യയായിരുന്നു ഹന്ന. 5-ാമത്തെ വചനം പഠിപ്പിക്കുകയാണ്, ഹന്ന വന്ധ്യയായിരുന്നു, അവൾക്ക് മക്കളിലായിരുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ആ വേദന അവൾ ഒരുപാട് അലട്ടിയിരുന്നു. താൻ നിമിത്തം എപ്പോഴും എനിക്കൊരു കുഞ്ഞില്ലല്ലോ, എൻ്റെ ഭർത്താവിനായി ഒരു കുഞ്ഞിനെ നൽകുവാൻ എനിക്കിതുവരെ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് അവൾ ആകമാനം അസ്വസ്ഥയുള്ളവളായിരുന്നു. 6-ാമത്തെ വചനം പറയാണ്, ഇതുമൂലം അവളുടെ സപ്തിനി അവളെ ഒരുപാട് വേദനിപ്പിച്ചു, ഒരുപാട് ദുഃഖിപ്പിച്ചു. എന്നാൽ അവളുടെ കയ്പുകളെ കർത്താവ് കണ്ടിരുന്നു. അവളുടെ നൊമ്പരങ്ങളെ യേശു കാണുകയാണ്. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ 8-ാമത്തെ വാക്യം, ഭർത്താവ് എൽക്കാന തൻ്റെ അരികിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവളെ ചേർത്ത് നിർത്തിയിട്ട് എൽക്കാന ചോദിക്കും, ഹന്ന, നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ ദുഃഖിക്കുന്നത്? 10 പുത്രന്മാരെക്കാളും ഉപരിയല്ല ഞാൻ നിനക്കുള്ളപ്പോൾ എന്തിനാ നീ സങ്കടപ്പെടുന്നത്? ഭർത്താവ് നൽകിയ ഈ പ്രോത്സാഹനത്തിന്റെ വാക്കുകളിൽ അവൾ ശക്തിപ്പെടുകയാണ്. അവൾ ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കും. അവൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. താൻ അനുഭവിക്കുന്ന സകല കയ്പുകളെയും തൻ്റെ സകല ദുഃഖങ്ങളെയും, മക്കളില്ലാത്ത വേദന, നൊമ്പരങ്ങള്, തനിക്ക് ലഭിക്കുന്ന കുത്തുവാക്കുകള്, നിന്ദാവചനങ്ങള് എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവൾ പ്രാർത്ഥിക്കും. അവളെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം കൊടുക്കുകയാണ്. മഹാപുരോഹിതനായ ഏലി തൻ്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് അവൾ ആശീർവദിക്കും. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 1-ാം അധ്യായം 19-20 തിരുവാക്യങ്ങൾ. എൽക്കാനയും ഹന്നയും കർത്താവിനെ ആരാധിച്ചതിന് ശേഷം തങ്ങളുടെ സ്വഭവനത്തിലേക്ക് മടങ്ങുകയാണ്. എൽക്കാന ഹന്നയെ പ്രാപിക്കും. അവരുടെ ദാമ്പത്യത്തെ കർത്താവ് ആശീർവദിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹന്ന ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അവൾ അവനെ സാമുവേൽ എന്ന് പേരിട്ടു. തൻ്റെ കയ്പിനെ കർത്താവ് മധുരമാക്കി മാറ്റുകയാണ്. ഒരു കുഞ്ഞില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരുന്ന ഹന്നയുടെ കണ്ണീരിനെ കർത്താവ് ഉത്തരം കൊടുക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഈ ശുശ്രൂഷയിലും ഇതുപോലെ മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാരുണ്ടോ? സഹോദരി, ഈ ഹന്നയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ നീ അസ്വസ്ഥപ്പെടേണ്ട. നിന്റെ കയ്പിനെ മധുരമാക്കി മാറ്റാൻ യേശുവിന് കഴിയും. ഹന്നയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച അതേ ദൈവം നിന്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ മതിയായവനാണ്. മറ്റൊരു വ്യക്തിയാണ്, റൂത്തിന്റെ പുസ്തകത്തിലോട്ട് നമുക്ക് വരാം. നവോമി 1-ാം അധ്യായം 4-ാമത്തെ തിരുവാക്യം. ആരായിരുന്നു നവോമി? എലിമലേക്കിന്റെ ഭാര്യയായിരുന്നു. പ്രാർത്ഥിക്കുന്നൊരു കുടുംബം, ദൈവത്തെ സ്നേഹിച്ച കുടുംബം. എന്നാൽ അവർ താമസിച്ചിരുന്ന ബെത്ലഹേം അപ്പത്തിന്റെ ഭവനമാണ്. ആ ബെത്ലഹേമിൽ കടുത്ത ക്ഷാമം വരികയാണ്. ജീവിക്കാൻ അവർ നന്നേ ബുദ്ധിമുട്ടി. പട്ടിണിയും ദുരിതവും മൂലം അവർ നട്ടം തിരിഞ്ഞു. ഈ സമയത്ത് അവർ തീരുമാനമെടുത്തു, നമുക്ക് മോവാബി നാട്ടിലോട്ട് പോകാം, മോവാബിയുടെ ദേശത്തിലേക്ക് പോകാം. എലിമലേക്കും നവോമിയും
തൻ്റെ 2 പുത്രന്മാരും ചേർന്ന് ബെത്ലഹേമിൽ നിന്ന് അവർ മോവാബി ദേശത്തേക്ക് പോയി. ഇത് ദൈവഹിത പ്രകാരമായിരുന്നില്ല. കർത്താവിനോട് ആലോചന ചോദിക്കാതെ അവർ ആശ്രയത്വത്തിൽ നിന്ന് ആസൂത്രണത്തിലേക്ക് പോവുകയാണ്. ദൈവത്തിന്റെ വചനം പറയാണ് 4-ാമത്തെ തിരുവാക്യത്തില്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിലേറെ കഷ്ടത നവോമി പിടികൂടുകയാണ്. അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ് എലിമലേക്ക് മരിച്ചുപോയി. 2 ആൺപിള്ളേർ, മിടുക്കരായ 2 ആൺപിള്ളേരായിരുന്നു. അവർ വിവാഹിതരായി അവിടെ വെച്ച് ആ 2 പുത്രന്മാരും നവോമിക്ക് നഷ്ടപ്പെട്ടു. ഭർത്താവും തൻ്റെ 2 ആൺമക്കളും നഷ്ടപ്പെട്ടു. അവൾ വിധവയായി മാറി. വേർപാടിൽ ദുഃഖം അടക്കാനാവാതെ അവൾ ദുഃഖിതയാവുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മിൽ പലരും പ്രിയപ്പെട്ടവരുടെ ആകസ്മികമായ മരണം മൂലം, ചില വേർപാടുകൾ മൂലം ഇപ്പോഴും കർത്താവേ അതെനിക്ക് മറക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഭർത്താവ് മരിച്ചു പോയത്, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചത്, എൻ്റെ മകൻ അപകടത്തിൽ മരിച്ചത്, എൻ്റെ മകള് മരിച്ചു പോയത്, ഞാൻ ഏറെ സ്നേഹിച്ച ആ വ്യക്തി മരിച്ചു പോയത്, കർത്താവേ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. വേർപാടിന് ദുഃഖവും പേറി വേദനിക്കുന്ന അനേകരെ ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കണ്ണുകൾ കാണുന്നുണ്ട്. നവോമി വളരെ കൈപ്പേറിയ അനുഭവത്തിലായി. അവൾ ഒരുപാട് ദുഃഖിച്ചു. 2 മരുമക്കള്, 2 സ്ത്രീകള് അവളുടെ കയ്യിലുണ്ട്. ഓർഫ എന്ന് പറയുന്ന തൻ്റെ ഒരു മരുമകള്, അവള് നവോമി വിട്ടുപോകും. എന്നാൽ റൂത്ത് തീരുമാനമെടുക്കും. റൂത്തിനോട് വിട്ടുപോകാൻ പറഞ്ഞപ്പോൾ റൂത്ത് പറയും, ഇല്ല അമ്മേ, അമ്മ പോകുന്നിടത്തേക്ക് ഞാനും വരും. അമ്മയുടെ ദൈവമാണ് എൻ്റെ ദൈവം, അമ്മയുടെ ചാർച്ചക്കാരാണ് എൻ്റെ ചാർച്ചക്കാര്, അമ്മ അടയ്ക്കുന്നിടത്ത് എന്നെയും അടക്കണം. അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ വിട്ടുപിരിയാതെ റൂത്ത് നവോമിയുടെ കൂടെ ചേരുകയാണ്. റൂത്തിനെ കൈ പിടിച്ച് നവോമി വീണ്ടും ബെത്ലഹേം നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നവോമി പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ നവോമി എന്ന് വിളിക്കരുത്. നവോമി എന്നുള്ള വാക്കിനർത്ഥം സന്തുഷ്ട എന്ന. അവൾ എന്താ പറയുന്നറിയോ? എന്നെ മാറ എന്ന് വിളിക്കുക. ഞാൻ വളരെ കയ്പുള്ളവളാണ്, ഞാൻ ഒരുപാട് ദുഃഖിതയാണ്, എനിക്ക് ആശ്വാസമില്ല. എൻ്റെ ഭർത്താവും എൻ്റെ 2 പുത്രന്മാരും മരിച്ചുപോയി, ഞാൻ വിധവയാണ്, എൻ്റെ ജീവിതം മാറയുടെ അനുഭവത്തിലാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നവോമിയുടെ ഈ സങ്കടം കർത്താവ് കണ്ടു. റൂത്തിലൂടെ ദൈവം നവോമിയെ ആനന്ദമുള്ളാക്കുകയാണ്. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം. ബോവാസിന്റെ മെതിക്കളത്തിൽ കാലപൊറുക്കുവാനായി റൂത്ത് പോകുന്നു. അത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. ദൈവഹിത പ്രകാരം ബോവാസ് റൂത്തിനെ വിവാഹം കഴിക്കുന്നു. ആ ദാമ്പത്യ ജീവിതത്തിൽ കർത്താവ് ഒരു കുഞ്ഞിനെ പ്രദാനം ചെയ്യും. ഓബാദ് എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര്. 4-ാം അധ്യായം 15 മുതൽ വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ പറ്റും. നാട്ടുകാരും വീട്ടുകാരും ഉറ്റവരുടയവരൊക്കെ നവോമിയുടെ അരികിൽ ഓടി വന്നുകൊണ്ട് പറയും, നവോമി, നിന്റെ കഷ്ടപ്പാട് കർത്താവ് കണ്ടു, നിന്റെ മാറയെ, നിന്റെ കയ്പിനെ കർത്താവ് മാറ്റി, നിനക്ക് സന്തോഷമേകുവാൻ നിനക്കൊരു പുത്രനെ തന്നിരിക്കുന്നു, നിന്റെ കുടുംബം ആനന്ദത്തിന് ഭവനമാണെന്ന് പറഞ്ഞ് നവോമിയോടൊപ്പം അവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ്. നവോമിയുടെ മാറയെ കർത്താവ് മധുരമാക്കി മാറ്റി. മാർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരാം. 5-ാം അധ്യായം 21 മുതൽ 42 വരെയുള്ള തിരുവാക്യങ്ങൾ. അവിടെ ഒരു അപ്പൻ, ജൈറോസ് എന്നവന്റെ പേര്, അവൻ കടുത്ത നൊമ്പരത്തിലാണ്. അവന്റെ പ്രിയപ്പെട്ട മകള് മരിക്കാറായി കിടക്കുകയാ. അവൻ കർത്താവിന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് യേശുവിന്റെ കാൽക്കൽ വീണ് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയും, കർത്താവേ, എൻ്റെ മകള് മരിക്കാറായി കിടക്കുന്നു, നീ വന്നവളെ സുഖപ്പെടുത്തണമേ, നീ വന്നവളെ ജീവനിലേക്ക് നയിക്കണമേ. 5:24 വചനം പറയാണ്, യേശു അവന്റെ കൂടെ പോയി. അവർ പോകുന്ന സമയത്ത് ജൈറോസിന്റെ വീട്ടിൽ നിന്ന് ഏതാനും സേവകർ വന്നിട്ട് പറഞ്ഞു, ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട, നിന്റെ മകള് മരിച്ചുപോയി, നിന്റെ മകള് മരിച്ചുപോയി. ഈ വാർത്ത കേട്ടപ്പോൾ അപ്പൻ ആകെ തകർന്നുപോയി. തൻ്റെ പ്രതീക്ഷയായ തൻ്റെ പൊന്നുമകള് തന്നെ വിട്ട് അവളിതാ പോയിരിക്കുന്നു. ജൈറോസിന്റെ ആ വേദന കർത്താവ് മനസ്സിലാക്കി. ഒരു അപ്പൻ്റെ നൊമ്പരം ഈശോയ്ക്ക് അറിയാം, ഒരു അമ്മയുടെ വേദന കർത്താവിനറിയാം.
നമ്മുടെ കർത്താവ് വളരെ സെൻസിറ്റീവാണ്. അവൻ അനങ്ങാപ്പാറയല്ല. നമ്മുടെ വികാരങ്ങളെ, വേദനകളെ അറിയുന്ന ദൈവമാണ്. ജായറോസിന്റെ ആ കഠിന ദുഃഖം കണ്ട് കർത്താവ് അവനോട് പറഞ്ഞു, ജായറോസ് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇത് പറഞ്ഞ് കർത്താവ് ജായറോസിന്റെ ഭവനത്തിൽ പ്രവേശിച്ചു. ആ കുഞ്ഞ് മരിച്ചു കിടക്കുകയാണ്. 41-ാമത്തെ വചനം പറയുന്നു, മരിച്ചു കിടക്കുന്ന ആ ബാലികയുടെ കൈക്ക് പിടിച്ച് കർത്താവ് പറഞ്ഞു, തലിത്താക്കും, ബാലികേ എഴുന്നേൽക്ക്. ജീവിക്കുന്ന കർത്താവിന്റെ വചനം അവളെ സ്പർശിച്ചപ്പോൾ മരണം മാറി ജീവൻ വന്നു. കർത്താവ് അവളെ തൊട്ടപ്പോൾ മരണം മാറുകയാണ്, ജീവൻ വരികയാണ്. എൻ്റെ സഹോദര സഹോദരി, ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, നമ്മൾ അനുഭവിക്കുന്ന ഒരു കയ്പിനെയും ഓർത്ത് നമ്മൾ ആരും അസ്വസ്ഥരാകേണ്ട. തക്ക സമയത്ത് ഇതിനെ മധുരമാക്കുവാൻ, ആനന്ദമാക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഈ വചനങ്ങളിൽ നിങ്ങൾ ഉറപ്പോടെ വിശ്വസിക്കുക. സകല ഭാരങ്ങളെ വിട്ടുകളഞ്ഞ് ആത്മാവിൽ നിറഞ്ഞ് യേശു നൽകുന്ന ആനന്ദം, യേശു നൽകുന്ന സമാധാനം നമ്മുടെ ജീവിതങ്ങളിൽ ഏറ്റെടുത്ത് കൃപയുടെ ജീവിതം നയിക്കാൻ ഒരു തീരുമാനമെടുക്കുക. നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം, കർത്താവിനെ ആശ്രയിക്കാം. അവിടത്തേക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്മസിന്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ സന്തോഷത്തോടെ കുടുംബമായി നമുക്ക് കർത്താവിൽ ആനന്ദിക്കാം. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. എൻ്റെ ഈശോ എൻ സ്നേഹമേ, ഓ എൻ്റെ ഈശോ എൻ സ്നേഹമേ. മഹത്വപൂർണനായ കർത്താവേ, തിരുസന്നിധിയിൽ ഏറെ ആനന്ദത്തോടെ ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു, മാറയെ മധുരമാക്കുന്ന കർത്താവ്. ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുമായിട്ടാണ് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നത്. പ്രിയ സഹോദര സഹോദരി, നിന്റെ മാറയുടെ അനുഭവം എന്തുമാവട്ടെ, അതിനെല്ലാം പരിഹരിക്കാൻ കഴിയുന്നവന്റെ മുൻപിലാണ് നീ നിലവിളിക്കുന്നത്. സഹോദര സഹോദരി, നിന്റെ ഭാരങ്ങളെ, നിന്റെ ദുഃഖങ്ങളെ, നിന്റെ വേദനകളെ, നിന്റെ ജീവിതത്തിലെ സകല നൊമ്പരങ്ങളെയും കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങളും ദൈവസന്നിധി ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. 10,000 കർത്താവ് അനുഗ്രഹിക്കുന്ന സമയം, അഭിഷേചിക്കുന്ന സമയം, സകല കയ്പുകളെയും, ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും, ദുരിതങ്ങളെയും, വേദനകളെയും, സങ്കടങ്ങളെയും അനുഗ്രഹമാക്കി, അഭിഷേകമാക്കി, മധുരമാക്കി മാറ്റാൻ കഴിവുള്ള കർത്താവിന്റെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. കർത്താവേ, നിന്റെ തിരുബലിയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച സകല നന്മകളും രക്ഷയും സൗഖ്യവും വിടുതലും പാപമോചനവും അനുഗ്രഹത്തിനും നിറവും ഞങ്ങൾ സ്വീകരിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന ശുശ്രൂഷയിലൂടെ പൊന്നുകർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക് ധാരാളമായത് പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുത രോഗശാന്തികള്, അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ. സകല കൈപ്പേറിയ അനുഭവങ്ങളെയും ഈശോയെ മധുരമാക്കി മാറ്റണമേ, കൃപയാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഉറപ്പുള്ള തീരുമാനങ്ങൾ. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം
ദൈവമേ മഹത്വത്തിൻ കർത്താവേ